Hi guys, welcome to my channel. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കുറേയധികം ഫീഡ്ബാക്ക് തന്ന എല്ലാവർക്കും നന്ദി. വളരെയധികം ആൾക്കാർ എൻ്റെ അടുത്ത് വീഡിയോയ്ക്ക് സൗണ്ടില്ല എന്നൊരു ഫീഡ്ബാക്ക് തന്നിരുന്നു. അതിനാദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കട്ടെ. കഴിഞ്ഞ തവണ ഞാൻ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന അതേ ക്യാമറയുടെ മൈക്രോഫോണുകളാണ് സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ യൂസ് ചെയ്തത്. അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഈ തവണ ഞാൻ പുതിയൊരു മൈക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താവുമെന്നറിയില്ല. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ഞാനൊരു കിക്ക് സ്റ്റാർട്ടർ പ്രൊജക്റ്റിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. അതൊരു ഓട്ടോണോമസ് റോബോട്ടിൻ്റെ ഒരു പ്രൊജക്റ്റായിരുന്നു, മൂർബോട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ ചിപ്പ് ഷോർട്ടേജിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അത് കാരണം ഈ പ്രൊജക്റ്റ് വളരെ ഡിലേ ആയിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തിന് മേലെ ആയെന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പോൾ ഇത് എല്ലാം സോൾവ് ചെയ്തിട്ട് പ്രൊജക്റ്റ് ഫൈനലി ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാക്കേജ് ഇന്ന് എനിക്ക് കിട്ടി. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. യു ക്യാൻ സീ ഹിയർ. ഇതാണ് മൂർബോട്ടിൻ്റെ പാക്കേജ്. ഇത് കാണാം, മോണിറ്റർ, ഡിസ്കവർ ആൻഡ് എക്സ്പ്ലോർ ഓട്ടോണോമസ് മൊബൈൽ റോബോട്ട് മൂർബോട്ട്. ഇത് ഫുള്ളി മൊബൈൽ ഫോൺ വഴിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടാണ്. ഇതിന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. കുറച്ച് റഗ്ഡ് ആയിട്ടുള്ള റോബോട്ടാണ്. മോണിറ്ററിങ് ഫ്രം അഫാർ. നമുക്ക് വീട്ടിൽ ഈ റോബോട്ടിനെ ഡിപ്ലോയ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട്ലി നമ്മുടെ ഫോൺ വഴിയായിട്ട് ഇതിനെ വീടിനുള്ള വീഡിയോ ഫീഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് മോണിറ്ററിങ് ഫ്രം അഫാർ എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ വർക്ക്സ് വിത്ത് ഗൂഗിൾ ആൻഡ് അലക്സ. അസിസ്റ്റൻറ്റ് ഫീച്ചേഴ്സൊക്കെ ഇതിൽ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരു പെറ്റ് കമ്പാനിയൻ ആണിത്. അല്ലെങ്കിൽ വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ട്, അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിനെ യൂസ് ചെയ്യാം. പിന്നെ ഇതിനൊരു വലിയൊരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്ലസ് പോയിൻ്റ്. അതാണ് ഈ ഒരു എന്താ പറയുക, ഈ റോബോട്ടിനെ നമുക്ക് കൂടുതൽ പ്രോഗ്രാം ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ. പിന്നെ ഇതൊരു ഓട്ടോണമസ് പെട്രോൾ മെക്കാനിസം എല്ലാം ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പാത്തിലൂടെ ഇത് പോയിട്ട് പെട്രോൾ ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് കേപ്പബിലിറ്റീസൊക്കെ ഇതിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോജക്റ്റിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയ. വീഡിയോയിലേക്ക് കിടക്കാം, ഇതിൻ്റെ അൺബോക്സിങ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മൂർബോട്ട്. നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ബോക്സിന്. നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഫോണുകളുടെയൊക്കെ ബോക്സ് പോലത്തെ ഒരു ബോക്സാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡിൻ്റെ ഒരു സിമ്പിൾ പ്രിൻ്റ് ഔട്ടാണ്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും വൈഫൈ സെറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ക്വിക്ക് സ്റ്റാർട്ട് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പേപ്പറാണ്. ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ താഴെ നമുക്ക് ബോർഡിനെ കാണാൻ പറ്റും. ഇത് ഞാൻ വിചാരിച്ചതിലും ചെറിയ റോബോട്ടാണ്. ഫോട്ടോകൾ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ച് വലുതാണെന്ന് വിചാരിച്ചായിരുന്നു. ഏതായാലും ബിൽഡ് ക്വാളിറ്റി കുറച്ച് അമേസിങ് ആണെന്ന് തോന്നുന്നു. കാരണം ഇതൊരു ഹാർഡ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു മെറ്റൽ ബോഡിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മെറ്റൽ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇതിൻ്റെ ഒരു ഫീല് കണ്ടിട്ട് മെറ്റൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഈ ബോട്ട് യൂസ് ചെയ്യുന്നത് മെക്കനം വീൽസാണ്. ഈ വീലുകളെയാണ് മെക്കനം വീൽസ് എന്ന് പറയുന്നത്. ഇതിന് ഈ വീലിനുള്ളിൽ തന്നെ കുറേ ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് റോളറുകളുണ്ട്.
ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ ബോഡി ടേൺ ചെയ്യാതെ തന്നെ സൈഡ് വൈസ് മോഷൻ ഇതിന് പോസിബിളാണ്. കാരണം ഇതിലൊരു സ്ക്രൂ പോലത്തെ ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതിന്. ഒരു സൈഡിലേക്ക് കറങ്ങുമ്പോൾ ഇതൊരു സ്ക്രൂ പോലെ ഒരു സൈഡിലേക്ക് ഗ്രിപ്പ് ചെയ്തിട്ട് 2 വീലുകൾ എനിക്ക് ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്സ് പോസിബിളാണ്. മാത്രമല്ല ഇതിന് ടേൺ ചെയ്യാനുള്ള നോർമൽ 4 വീൽ മെക്കാനിസം പോലെ ടേൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ടാവും. സോ അതാണ് മെക്കാനം വീൽസിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ഒരു സൗണ്ടാണ് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ റോളേഴ്സ് ഭയങ്കര കുറച്ച് നോയ്സിയാണ്, സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. സോ ടോപ്പ് പോർഷനിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇവരുടെ കിക്ക് സ്റ്റാർട്ടർ പ്രോജക്റ്റിൽ പറയുന്നതനുസരിച്ച് റോബോട്ടിനൊരു ആം കൂടി ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പോർഷൻ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു റോബോട്ടിക് ആം ഫിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഒരു ആഡ് ഓൺ പാക്കേജ് പോലെ അത് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ കുറച്ച് ബാറ്ററി സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കുറച്ച് LED കൊടുത്തിട്ടുണ്ട്. ഈ സൈഡുകളിലെല്ലാം കുറച്ച് ഒരു പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് പവർ ബട്ടൺ ആണെന്ന് തോന്നുന്നു. പവർ ബട്ടണിൻ്റെ സിമ്പലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ അതുപോലെ തന്നെ ഒരു മൊബൈലിൻ്റെ സിമ്പിളും ഒരു വൈഫൈയുടെ റൗട്ടറിൻ്റെ സിമ്പിളും കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്തോ കണക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് ഫിംഗർ പ്രിൻ്റ് എല്ലാം എടുക്കുന്ന ഒരു ഗ്ലാസ്സാണ്. അപ്പം നമ്മൾ ടച്ച് ചെയ്താൽ ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാം വരും. എനിവേസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ ഒരു വലിയൊരു ക്യാമറ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഏകദേശം ഇത്രയും വലുതായിട്ടുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് ഈ ഭാഗത്തുള്ളത്. അതിന് താഴെയായിട്ട് കുറച്ച് ഇൻഫ്രാറെഡ് LED-കളാണെന്ന് തോന്നുന്നു ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ റോബോട്ടിന് നൈറ്റ് വിഷൻ കേപ്പബിലിറ്റീസ് ഉണ്ട്. സോ ഇൻഫ്രാറെഡ് വെച്ചിട്ട് സറൗണ്ടിങ്സ് ഇലുമിനേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ മേളിൽ കുറച്ച് എന്തൊക്കെയോ സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോബോട്ടിന് എഡ്ജ് ഡിറ്റക്ഷൻ ഇല്ല. സോ അതായത് ഇതൊരു ടേബിളിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് എഡ്ജ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് താഴെ പോകാതിരിക്കാനുള്ളൊരു അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. സോ ഒരു ഫുൾ ടൈം ഇതൊരു എന്താ പറയുക ഫ്ലോറിൽ മാത്രം ഓടിക്കുന്ന ടൈപ്പ് ഒരു റോബോട്ടാണ്. സോ അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. പിന്നെ ഇവിടെ ചാർജിങ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഡോക്കിലേക്ക് കണക്ട് ചെയ്തിട്ട് ഡോക്ക് വഴിയായിട്ട് ചാർജ് ചെയ്യാനുള്ളതാണ്. ഡോക്ക് ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. അതിന് പിന്നെ ബാക്ക് സൈഡിൽ ഒരു റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സ്പീക്കറുകളാണെന്ന് തോന്നുന്നു. അതിൻ്റെ കുറച്ച് വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് മോർബോട്ടിൻ്റെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. ഇനി നമുക്ക് കേസിനുള്ളിൽ ബാക്കിയുള്ള ഡോക്ക് എന്താണെന്ന് നോക്കാം. സോ ഇതാണ് മോർബോട്ടിൻ്റെ ചാർജിങ് ഡോക്ക്. ഇത് USB Type-C കണക്ടറാണ്. സോ ഇതിൽ നമ്മൾ USB കണക്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതൊരു ഭിത്തിയോട് ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ഇത് തനിയെ ഈ പാറ്റേൺ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇതുമായിട്ട് അലൈൻ ചെയ്തിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വന്നിരുന്ന് കണക്ട് ചെയ്ത് ചാർജ് ആവും. ഇതൊരു ഓട്ടോണമസ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. സോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡോക്കാണിത്. ഇതിന് താഴെയായിട്ടൊരു ഒരു നൈസായിട്ടുള്ള ഒരു കുഷ്യൻ പോലത്തെ എനിക്കൊന്ന് സ്ലൈഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി കേസ് നമ്മൾ ഫർദർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ചാർജിങ് ഡോക്കിൻ്റെ കുഷ്യൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ്, പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിൾ, പിന്നെ ഇത് ലൂബ്രിക്കൻറ്റ് ഫോർ മെക്കാനം വീൽസ്. സോ മെക്കാനം വീൽസിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള ലിക്വിഡാണെന്ന് തോന്നുന്നു. അത് സ്റ്റക്കാവുകയോ ഡസ്റ്റൊക്കെ കയറി സ്റ്റക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ലിക്വിഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മൂർബോട്ടിൻ്റെ പാക്കിനകത്ത് ഉള്ളത്. സോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനെ വെച്ചിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കാണിക്കുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരാം. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.